മെറ്റേണൽ ഡെത്ത് ആവട്ടെ ന്യൂനറ്റൽ ഡെത്ത് ആവട്ടെ വളരെ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. ഈ അമ്മ വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് ശരിക്കും? അമ്മ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്ക് വരുന്ന ഗൈനിക് പേഷ്യൻസ് ട്രൈബ്സ് ഊരുകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോയി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഡെലിവറി നിയർ ഡേറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡോക്ടറുടെ മെഡിസിൻസ് അല്ല വേണ്ടത്, അവരെ നമ്മൾ അടുത്തിരുത്തി മോണിറ്റർ ചെയ്ത് ഇവർക്ക് എപ്പോഴാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഡേറ്റ് ഏകദേശം നിയർ ബൈ ഡേറ്റ് ആയ പേഷ്യൻസ് ആണെങ്കിലും നമ്മളിവിടെ ഇതുപോലെ അമ്മ വീട്ടിൽ താമസിപ്പിച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് കൂടെ കൊണ്ടുകൊടുക്കുക. അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നതും. ഇവിടെ എത്ര ദൂരം ഉണ്ട്? ഇതിന് 45 കിലോമീറ്റർ ഉണ്ടാവും. ഭാര്യയാണോ ഉള്ളത്? നേരത്തെ നമ്മൾ കേൾക്കുന്ന വാർത്തയെ അട്ടപ്പാടിയിലെ ശിശുമരണം, തുടർച്ചയായ ശിശുമരണം, പോഷകാഹാരക്കുറവ് എന്നൊക്കെ കേൾക്കുമായിരുന്നു. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ന്യൂസുകൾ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇപ്പം നമ്മൾ ഇവരെ ഒരുവിധം നിയർ ഡേറ്റ് ആകുമ്പോൾ തന്നെ ഇവിടെ വിളിച്ച് താമസിപ്പിച്ച് ഫോളോ അപ്പ് ചെയ്ത് ഡെലിവറി ആക്കി ആ കുട്ടികളെ നമ്മളൊരു വെയിറ്റ് ആക്കി അവർ ഹെൽത്തി സ്റ്റേബിളാണെന്ന് ഉറപ്പാക്കുന്ന സമയം വരെ നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് മെറ്റേണൽ ഡെത്ത് ആവട്ടെ ന്യൂനറ്റൽ ഡെത്ത് ആവട്ടെ വളരെ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. അട്ടപ്പാടിയുടെ പല സ്ഥലങ്ങളും ഈ കോട്ടത്തറ ആശുപത്രിക്ക് 40 കിലോമീറ്ററോ 50 കിലോമീറ്ററോ അപ്പുറത്താണ്. അതിൽ തന്നെ 10-15 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് എത്തേണ്ട സ്ഥലങ്ങളുമുണ്ട്. പെട്ടെന്ന് പ്രസവ വേദനയൊക്കെ വന്നു കഴിഞ്ഞാലേ അവരെങ്ങോട്ട് എത്തിക്കൽ പ്രയാസമായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം മറികടക്കാൻ വേണ്ടി നമ്മുടെ ജനപ്രതിനിധികളും ഇവിടുത്തെ ഡോക്ടർമാർക്കൊക്കെ വേണ്ടി കണ്ട ഒരു വഴിയാണിത്. എത്ര ദിവസമായി ഇവിടെ? ഒരാഴ്ചയായി. എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെ ഒരു സൗകര്യം കിട്ടിയത്? കുഴപ്പമില്ല, സൗകര്യത്തിന് എല്ലാ സഹായം ഇവർ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു ഊരിലേക്ക് പോകും. ഇവിടെ ആരാ ഉള്ളത് കൂടെ? ഹസ്ബൻഡ്. അപ്പം ഇവരെ പോലുള്ള ആളുകൾക്ക് ഊരിൽ നിന്ന് പ്രസവ വേദനയായി ഇവിടെ എത്തുമ്പോഴുള്ള ഒരു റിസ്ക് ഉണ്ടല്ലോ, അത് മറികടക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. വിജയകരമായി പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും കുഴപ്പങ്ങളുടെ വാർത്തയാണ് കുറേ അധികം നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് നേരത്തെയൊക്കെ കേട്ടത്. അതിൽ നിന്ന് മാറി സന്തോഷത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ ഒക്കെ വാർത്തകളും കുറേയേറെ ഈ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം. ഇതേപോലെ ഒരുപാട് പദ്ധതികൾ വരട്ടെ, ഈ മേഖലയിലെ ആളുകൾക്കൊക്കെ ആശ്വാസമാകട്ടെ. വാട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു ഈ അട്ടപ്പാടിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്.